اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മള് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മള് സൂറത്തുൽ ബഖറ 253 മുതൽ 269 വരെ അല്ലെ 69 വരെയുള്ള ഭാഗമാണ്, ഹാഫ് ജ്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ ബഖറയിൽ 253 മുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നബിമാരുടെ സ്ഥാന വ്യത്യാസത്തെ കുറിച്ചാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരെ നൽകിയിട്ടുണ്ട്, എല്ലാവരെയും നമ്മൾ അംഗീകരിക്കണം എന്നാണ് ആദ്യം പഠിച്ചത് അല്ലെ. എന്നാല് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നബിമാരിൽ പലർക്കും പല പദവികളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പദവികൾക്കനുസരിച്ച് അവർക്കുള്ള സ്ഥാനത്തെ നിങ്ങൾ തൃപ്തിപ്പെടണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പം പിന്നെ സഹാബികളെടുത്ത് പറയുന്നുണ്ടായിരുന്നു, മൂസ എന്നെക്കാളും ഉയർന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് നോക്കിയപ്പോൾ മൂസ അലൈഹി ഇസ്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി ഇസ്ലാമിനെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നബിമാർക്ക് പല സമയങ്ങളിൽ നബിമാര് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ആ നബിമാർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുള്ള സ്ഥാനങ്ങൾ പല സമയങ്ങളിലും പല രീതിയിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ പറ്റിയിട്ടാണ്. സമ്പത്ത് ചെലവഴിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിലായിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ കണക്കെടുപ്പ് നടത്തുന്ന ദിവസം, അതായത് നാളെ ഖിയാമത്ത് നാളിൽ നമ്മളോട് ചോദ്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ ഏറ്റവും ഉത്തമമായ രീതിയിൽ ചെലവഴിക്കണം എന്നുള്ളതാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വെളിച്ചം നൽകും നമ്മുടെ ഹൃദയത്തിന് എന്നുള്ളതാണ്. അതിനുശേഷം ദാനം നൽകുന്നതിന്റെ മൂല്യം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടിയിട്ട് ആരാണ് കൊടുക്കാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല. ആരാണ് എനിക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യാനുള്ളവർ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഏറ്റവും ഉത്തമമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ദാനം ചെയ്യുന്ന ദാനങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ട് സ്വീകരിക്കും. എന്നാൽ അതായത് ദുനിയാവിന്റെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ദുനിയാവിലെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്ത എല്ലാ കർമ്മങ്ങളും നാളെ പരലോകത്ത് വെച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് തന്നെ തിരിച്ചു വലിച്ചെറിയും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്? അഭിമാനിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അഹങ്കാരമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ കയ്യിലാണ് അഹങ്കാരം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. കാരണം അഹങ്കാരത്തിന്റെ താക്കോൽ ആർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഈ ദുനിയാവിനെ സൃഷ്ടിച്ച ആ സൃഷ്ടി നടത്തിയ അവനക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ വെറും അവന്റെ അടിമകളാണ് അല്ലെ. ആ അടിമകൾ എങ്ങനെ ഈ ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും വെച്ചിട്ട് നമ്മള് അഭിമാനം കൊള്ളൽ എങ്ങനെ? നമുക്ക് ഇതിൽ യാതൊരു കൈകടത്തലുകളും നടന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ തൃപ്തിക്കനുസരിച്ച് ദുനിയാവിനെ വിധാനിച്ച. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ് അഹങ്കാരത്തിന്റെ താക്കോല് പിടിക്കാനുള്ള അവകാശമുള്ളത്. നമുക്ക് ആർക്കും എന്തില്ല, അതില് കൈകടത്താൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? എളിമയുടെയും നമ്മുടെ വിനയത്തിന്റെ ആയിരിക്കും. നമ്മൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കവച്ചു വെക്കുന്ന രീതിയിൽ ചിന്തിക്കാനോ സംസാരിക്കാനോ ഒന്നും പാടില്ല. അതുകൊണ്ടാണ് അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് അവൻ എന്താവും? അവന് ഒട്ടിത്താഴ്ത്തപ്പെടും എന്നുള്ളതാണ് ദുനിയാവില്. അത് പലപ്പോഴും നമ്മൾ പല ആളുകളിലും കണ്ടിട്ടുണ്ട്. എപ്പോഴാണോ അഹങ്കാരത്തിന്റെ ഒരു തരി നമ്മുടെ ഉള്ളിൽ എപ്പോഴാണ് വരുന്നത്, ആ ഒരു സമയത്തുണ്ടാവും നമുക്കൊരു അടി കിട്ടാൻ. ആ അടി എന്ന് പറയുന്നത് നമ്മൾ അത്രയും വീഴ്ചയിലേക്ക് നമ്മൾ താഴ്ന്നു പോകും. ചില ആളുകളൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും അവരുടെ തകർച്ച കാണുന്നത്. നമ്മൾക്ക് കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്ന രീതിയിലായിരിക്കും ആ തകർച്ച നമ്മൾ അനുഭവിക്കുക. അപ്പം ഇത് നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. പലരും ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഹൈയസ്റ്റ് ലെവലിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു വീഴ്ചയുണ്ട്. കുടുംബം തന്നെ ഇങ്ങനെ വിറച്ചു പോകുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരീക്ഷിച്ചിട്ടുണ്ട് അല്ലെ, പരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ പരീക്ഷണത്തിന്റെ ഒക്കെ ഒരു കാരണം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സ്ട്രൈക്ക് വന്നിട്ടുണ്ടാവും. ഒരു അഹങ്കാരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സംസാരത്തിലോ എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് വന്നതിന് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തതാണ്? അടിച്ചു താഴ്ത്തിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഞാൻ അഹങ്കാരത്തിന്റെ എന്തെങ്കിലും ഒരു നാമ്പ് എന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ നശിപ്പിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാനത്തിന്റെ ഉപമകളാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. പിന്നെ അതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല
ശൈത്താനാണ് നമുക്ക് ദാരിദ്ര്യത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കുക. നമ്മളെപ്പോഴും ദാനധർമ്മങ്ങൾ നടത്തുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ എന്താ വരിക, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ, നമ്മള് പാപ്പരായി പോവോ, നമ്മള് ഒന്നുമില്ലാത്തവരായി പോവോ എന്നൊക്കെ ചിന്തകൾ വരുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും അല്ലെ. ആ ചിന്തകൾ എന്താണ്, അതൊക്കെ ഇബ്ലീസിൽ നിന്നുണ്ടാകുന്നത്. ഇബ്ലീസ് നമ്മളോട് പറയാണ്, നീ ദാനധർമ്മം നടത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഒക്കെ നഷ്ടപ്പെട്ടിട്ടാ, നിനക്കൊന്നും ഉണ്ടാവില്ല, നാളെ ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല, നിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ ഒന്നും എടുത്തു വെക്കാനുണ്ടാവില്ല, നാളെ പിന്നെ അതുണ്ടാക്കാൻ, മക്കളെ കല്യാണം നടത്താനുണ്ട്, ഇനി ഇതൊക്കെ നീ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാളെ കുട്ടികളെ കല്യാണ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്താ ഈ ചെയ്യുക. നമ്മളെ മനസ്സിന്റെ ഉള്ളില് ഇബ്ലീസ് കൊണ്ടുവന്ന് ഇട്ട് തരുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമ്പത്ത് എന്ന് പറയുന്നത് മുഴുവൻ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെലവഴിക്കുമ്പോൾ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് അല്ലെ. നാളെ എനിക്ക് മറ്റൊരു ആവശ്യം വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ആ കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് നമുക്ക് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല 700 ഇരട്ടി വരെ നമ്മുടെ സമ്പത്തിന് വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ ദാനധർമ്മത്തിലൂടെ. ദാനധർമ്മം നടത്തുന്നതോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വർദ്ധിപ്പിച്ച് 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 നമുക്ക് തരും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ മുഴുവനായിട്ട് തുറന്നിടുകയും ചെയ്യരുത്, നിങ്ങളുടെ കൈകളെ മുഴുവനായിട്ട് പൂട്ടി വെക്കുകയും ചെയ്യരുത്. എന്താ പൂട്ടി വെക്കുക എന്ന് പറഞ്ഞാല്, പിശുക്കത്തരം കാണിക്കുകയും ചെയ്യരുത്, അതുപോലെ തന്നെ ധാരാളിത്തരം കാണിക്കുകയും ചെയ്യരുത്. കാരണം സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അല്ലെ. അത് നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ മതി. ഒന്നുമില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അവരെല്ലാവരും ചുറ്റൊന്ന് നോക്കിക്കൊള്ളട്ടെ. അവർക്ക് കിട്ടിയ അവരിട്ടിരിക്കുന്ന വസ്ത്രത്തില് ഷോള്, തലയിലിട്ടിരിക്കുന്ന ഷോള്, അത് പണം കൊണ്ട് വാങ്ങിച്ചതാണ് അല്ലെ. നമ്മളെ വസ്ത്രം പണം കൊണ്ട് വാങ്ങിച്ചതാണ്. നമ്മൾ ഇരിക്കുന്ന ചെയർ പണം കൊണ്ട് വാങ്ങിച്ചതാണ്. നമ്മളെ കയ്യിലുള്ള പെന്നുണ്ടെങ്കിൽ അത് പണം കൊണ്ട് വാങ്ങിച്ചതാണ്. നമുക്ക് കിതാബ് ഖുർആൻ ഉണ്ടെങ്കിൽ ഖുർആൻ പണം കൊണ്ട് വാങ്ങിച്ചതാണ്. നമ്മൾ ഇന്ന് നിങ്ങളുടെ ചുറ്റുഭാഗത്ത്, നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും പണം കൊണ്ട് വാങ്ങിച്ചാണ് അല്ലെ. അപ്പൊ പണത്തിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട്. അത് വെറുതെ ഒരു ഒരു പേപ്പർ അല്ല, അതിനൊരു വാല്യൂ ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നന്ദി കാണിക്കണം. അതുപോലെ തന്നെ അത് ചെലവഴിക്കുന്നതും ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഹൈറായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹിക്മത്തോട് കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് നൽകിയത് അല്ലെ. നമ്മൾ ചിന്തിക്കാനുള്ള കഴിവിൽ തന്നെ ഒരു ഹിക്മത്ത് ഉണ്ട്. നമുക്ക് അറിഞ്ഞുകൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ, കുറെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങള് അത് ഹിക്മത്തോട് കൂടിയിട്ട് സംസാരിക്കണം അല്ലെ. എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാതെ ഒരാളെ അടിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിൽ ആളുകളെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കുക, ഇതൊക്കെ ഹിക്മത്തില്ലാത്ത ആളുകൾക്കുള്ള സ്വഭാവങ്ങളാണ്. കാണുമ്പോൾ കണ്ടതിനൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കുക, പറയുക, അവരോട് എതിർത്ത് സംസാരിക്കുക, അവരെ ആളുകളെ മുന്നിൽ വഷളാക്കുക, ഇതൊക്കെ ഹിക്മത്തില്ലാത്ത ആളുകൾക്കുള്ള സ്വഭാവങ്ങളാണ്. എന്ത് തന്നെ തെറ്റുകൾ ഒരാൾക്കുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ഏറ്റവും പേഴ്സണൽ ആയിട്ട് വിളിച്ചിട്ട് വേണം അവരെ സംസാരിക്കാനും, അവരെ എന്ത് ചെയ്യാന്, അവർക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കാനും. അവരെ നന്നാക്കണം എന്നാണ് നമ്മുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതല്ല ആളുകളെ മുന്നിൽ കാണിക്കാനും ഞാൻ നല്ല ആളാണ്, ഞാൻ വലിയ ആളാണ്, എനിക്ക് എല്ലാത്തിനും കഴിയും, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് കഴിവുണ്ട്, അങ്ങനെ നമ്മുടെ അഹങ്കാരമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആ അഹങ്കാരികൾക്കുള്ള ശിക്ഷ കിട്ടുകയും ചെയ്യും. ഹിക്മത്ത് ലഭിച്ചവരാണ് ഏറ്റവും അനുഗ്രഹം ചെയ്തവരെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള ദാനധർമ്മത്തിനെ കുറിച്ചുള്ള ാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മതത്തിൽ ഒരു നിർബന്ധവും ഇല്ല, നമ്മൾക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് മതത്തിലേക്ക് വന്നാൽ മതി, അല്ലാതെ ആരെയും നിർബന്ധിച്ചുകൊണ്ടല്ല മതത്തിലേക്ക് കയറ്റേണ്ടത് എന്നുള്ളതാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്ന പോകുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് തഫ്സീറിലേക്ക് പോവുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 253 ആയത്ത് മുതൽ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. നമ്മളെ ഖുർആനിലെ ഫാത്തിഹ സൂറത്തുമായിട്ട് വേണം ബാക്കി എല്ലാ ഭാഗങ്ങളെയും കണക്ട് ചെയ്യാൻ. നമ്മൾ ഫാത്തിഹയിൽ പഠിച്ച ആ നന്മയുടെ ആളുകൾ അല്ലെ, അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ എന്നെ ആക്കണമെന്നാണ് നമ്മൾ ദുആ ചെയ്തത്. ആ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിനെ കുറിച്ചാണ് ഇനി ഭാഗങ്ങളിൽ മുഴുവനും നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ അത് ഓരോന്നും നിങ്ങൾ അതിലേക്ക് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തിരുന്നു കഴിഞ്ഞാൽ ഫാത്തിഹ എപ്പോ ഓതുമ്പോഴും നമുക്ക് അതില് തൃപ്തി വരും. നമുക്കത് എന്താണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഫാത്തിഹ സൂറത്ത് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ദുആ ആണ്. അപ്പൊ ആ ദുആയിലേക്ക് നമുക്ക്
കണക്ട് ചെയ്യാൻ പറ്റും. ഈ ദുആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഈ അനുഗ്രഹത്തിലേക്കാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ അനുഗ്രഹമാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നെ ആക്കണമേ എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം അനുഗ്രഹത്തിൽ പെട്ടതാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആ ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അള്ളാഹു നേരിൽ സംസാരിച്ചിട്ടുള്ളവർ അവരിലുണ്ട്. അവരിൽ ചിലരെ അവൻ പല പദവികളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. മറിയമിന്റെ മകൻ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവ് മുഖേന അദ്ദേഹത്തിന് നാം പിൻബലം നൽകുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ ദൂതന്മാരുടെ പിൻഗാമികൾ വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിനു ശേഷവും അന്യോന്യം പോരാടുമായിരുന്നില്ല. എന്നാൽ അവർ ഭിന്നിച്ചു. അങ്ങനെ അവരിൽ വിശ്വസിച്ചവരും നിഷേധിച്ചവരും ഉണ്ടായി. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പോരാടുമായിരുന്നില്ല. പക്ഷെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. സത്യവിശ്വാസികളെ, ക്രയവിക്രമമോ സ്നേഹബന്ധമോ ശുപാർശയോ നടക്കാത്തൊരു ദിവസം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവിന്. സത്യനിഷേധികൾ തന്നെയാകുന്നു അക്രമികൾ. അള്ളാഹു അവനല്ലാതെ ദൈവമില്ല നിന്നും ജീവിച്ചിരിക്കുന്നവൻ. ഈ ഒരു 256 ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്നാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് 256 ആയത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞിട്ടുള്ള ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി അയലമു മാ ബൈന യദീഹി വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയുഹു സമാവാതി വൽ അർദി വലാ യഊദുഹു ഹിഫ്ളുഹുമാ ഹുവൽ അലിയ്യുൽ അലീം. അത് അള്ളാഹുവിന്റെ അർഷിനെ കുറിച്ചിട്ട്, കുർസിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു തആല ഇരിക്കുന്ന ആ കുർസിയെ കുറിച്ചിട്ട്, അർഷിനെ കുറിച്ചിട്ട് പറയുന്ന ആയത്താണ്. ഇതാണ് ലോകം ദുനിയാവിലെ എല്ലാത്തിനേക്കാളും വലിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അർഷ് എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കുർസി എന്ന് പറയുന്നത്, അത് ഈ ആകാശഭൂമികളെ മുഴുവനും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാലും അതിനേക്കാളും ഉയരത്തിലാണ്. നമ്മുടെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ആകാശ ലോകങ്ങളും ഭൂമി ലോകങ്ങളും ഈ കാണുന്ന എല്ലാതും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കുർസിയുടെ അടിയിലെ ഒരു മോതിരത്തിന്റെ അത്ര പോലും ഇല്ല എന്നാണ്. ഒരു മോതിരം നമ്മളെ ചെയർ നമുക്ക് അതിന്റെ ആ ഒരു വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇരിക്കുന്ന ചെയറിന്റെ അടിയിൽ ഒരു മോതിരത്തിനേക്കാളും ചെറിയൊരു സാധനം അവിടെ കൊണ്ടുപോയി വെച്ചാൽ എന്താണ്, അതാണ് ഈ ആകാശഭൂമികളും ഈ ലോകം മുഴുവനും. ഒക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു മനുഷ്യ തരിയാണ് നമ്മൾ. ആ നമ്മളാണ് എന്ത്, നമ്മൾക്ക് കിട്ടിയതിനെ കുറിച്ചൊക്കെ അഹങ്കരിക്കുന്നത്. നമുക്ക് കിട്ടിയതിനെ കുറിച്ചൊക്കെ നമ്മൾ വലിയ സംഭവമാണ്, ഞാനൊരു വലിയ ആളാണ്, ഞാനൊരു നല്ല ആളാണ്, ഞാൻ അത്രയാണ്, ഞാൻ ഇതാണ് എന്ന് പറയുന്നത്. ഞാൻ ഈ ദാനം ചെയ്യുന്നത് ഇതാ, ഇത്രയും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്, ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര ചെറുതാണ് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ ഒന്നുമല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല എന്താ നോക്കുന്നത്? നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെയ്യത്ത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിയും വജ്ഹും ഉദ്ദേശിച്ചാണ് ഞാൻ ചെയ്തത് എന്നുള്ള ആ ഒരു ഇഖ്ലാസിൽ കൂടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ വാല്യൂ എടുക്കുന്നത്. അത്രയും ചിന്തിച്ചാൽ തന്നെ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യമാവും. ഇതൊന്ന് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. നമ്മുടെ മോതിരം എടുത്തിട്ട് നമ്മളെ ഒരു ചെയറിന്റെ അടിയിൽ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഏതോ ഒരു തരിയാണ്, കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത മൈക്രോ ആണ് നമ്മള്, അല്ലെ? എന്നിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്റെ വലിയ വീട്, എന്റെ കാറ്, എന്റെ മക്കള്, എനിക്ക് 10 മക്കളുണ്ട്, 8 മക്കളുണ്ട്, 1000 മക്കളുണ്ട്, ഒന്നും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ ഒന്നുമല്ല. നമ്മള് വെറും ഒരു മണ്ണിന്റെ തരി പോലും അല്ല നമ്മള് റബ്ബിന്റെ മുമ്പിൽ. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന മണ്ണിന്റെ തരി പോലും ഇല്ല അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നമ്മളൊക്കെ. എന്നിട്ട് ഈ ഭൂമിന്റെ ഉള്ളിൽ നമ്മളെ ഇത്രയും അനുഗ്രഹീതമായിട്ട് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച് നമുക്ക് ആ ഒരു സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ശ്വസിക്കാനുള്ള വായും ഒക്കെ ഉണ്ടാക്കി വെച്ച് തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഇരുന്നിട്ട് നമുക്ക് വേണ്ടി നമ്മളെ നോക്കി കാണുമ്പം നമ്മൾ എങ്ങനെയാണ് റബ്ബിലേക്ക് നോക്കേണ്ടത്? ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ എങ്ങനെയാണ് നമ്മളെ റബ്ബിലേക്ക് നോക്കേണ്ടത്? ഏത് രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്? നാളെ പരലോകത്ത് പോയി നിൽക്കുമ്പം എങ്ങനെയായിരിക്കും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുഖത്തേക്ക് നോക്കുക, വജിയിലേക്ക് നോക്കുക? എന്താണ് നമ്മൾ റബ്ബിനോട് നാളെ പരലോകത്ത് വെച്ചിട്ട് ചോദിക്കാൻ പോകുന്നത്? എങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റും? എന്താ നമുക്ക് ചോദിക്കാനുള്ളത്? സ്വർഗം എനിക്ക് തരണമെന്നോ? ഈ ദുനിയാവിൽ ഞാൻ ജീവിച്ചതിന് എനിക്ക് സ്വർഗം നൽകണമെന്നോ, പ്രതിഫലം നൽകണമെന്നോ? ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെ കുറിച്ച് ആലോചിച്ചാല് ഒന്നുമല്ല നമ്മളൊന്നുമല്ല. നമ്മള് വെറും
ഒരു എന്താ പറയണ്ടെന്നറിയാത്ത അത്രയും മൈക്രോ ആണ്. എന്നിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചുറ്റും തന്ന് ശ്വാസം നൽകി എല്ലാം നൽകി നിന്നിട്ടും നമുക്ക് ആർത്തി തീരുന്നില്ല. നമുക്ക് നമുക്ക് ചോദിച്ചിട്ടും മതിയാവണില്ല. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ആ അഹങ്കാരം എന്ന് പറയുന്ന സാധനം നമ്മളെ ഉള്ളിൽ അപ്പം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുക? നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളെ കുറിച്ച് എന്തായിരിക്കും നമ്മളെ ക്രിയേറ്റർ ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു, അവനല്ലാതെ അള്ളാഹു ഇല്ല, ദൈവമില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അവന് തന്നെയാണ് അവൻ്റേത് തന്നെയാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം. അവന്റെ അനുവാദ പ്രകാരമില്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്തുന്നവൻ ആരുണ്ട്? അവരുടെ മുൻപിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. അവന്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവനൊരു ഒട്ടും ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമത്രേ. മതത്തിന്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ ഏതൊരാൾ ദുർമൂർത്തികളെ അവിശ്വസിക്കുകയും അള്ളാഹുൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ അവൻ പിടിച്ചിട്ടുള്ള ബലമുള്ള ഒരു കയറിലാകുന്നു. അത് പൊട്ടുപോവുകയേയില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു അള്ളാഹു. അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ ദുർമൂർത്തികളാകുന്നു. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് ആ ദുർമൂർത്തികൾ അവരെ നയിക്കുന്നത്. അവരത്രേ നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളാകുന്നു. ഇബ്രാഹീമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ചവരെ പറ്റി നീ അറിഞ്ഞില്ലേ? അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണത് അവൻ അതിന് മുതിർന്നത്. എന്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി. അക്രമിയായ ജനതയെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. അല്ലെങ്കിൽ ഇതാ മറ്റൊരാളുടെ ഉദാഹരണം. മേൽക്കൂരകളിലൂടെ വീണടിഞ്ഞു കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിർജീവമായി പോയതിനു ശേഷം ഇതിനെ എങ്ങനെയായിരിക്കും അള്ളാഹു ജീവിപ്പിക്കുന്നത്? തുടർന്ന് അള്ളാഹു അദ്ദേഹത്തെ 100 വർഷം നിർജീവാവസ്ഥയിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അനന്തരം അള്ളാഹു ചോദിച്ചു, നീ എത്ര കാലം നിർജീവാവസ്ഥയിൽ കഴിച്ചുകൂട്ടി? ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ ആണ് ഞാൻ കഴിച്ചു കൂട്ടിയത്? അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ല, നീ 100 വർഷം കഴിച്ചു കൂട്ടിയിരിക്കുന്നു. നിന്റെ ആഹാര പാനീയങ്ങളിലേക്ക് നോക്കൂ, അവയ്ക്കൊരു മാറ്റവും വന്നിട്ടില്ല. നിന്റെ കഴുതയുടെ നേർക്ക് നോക്കൂ, അതെങ്ങനെയുണ്ടെന്ന്. നിന്നെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമായിരിക്കുവാൻ വേണ്ടിയാണ് നാം അത് ചെയ്തത്. ആ എല്ലുകൾ നാം എങ്ങനെ കൂട്ടിയിണക്കുകയും എന്നിട്ട് അവയെ മാംസത്തിൽ പൊതിയുകയും ചെയ്യുന്നു എന്നും നീ നോക്കുക എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യം വ്യക്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന നബിയുടെ കഥയാണ് കേട്ടോ. മൂസ അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള നെക്സ്റ്റ് നബിയുടെ കഥയാണ് ഈ പറഞ്ഞതൊക്കെ. നബിമാർക്ക് ഇത്രയും പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ച പരീക്ഷണത്തിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? നമുക്ക് പരീക്ഷണം തന്നിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല? നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളതൊക്കെ വെറും നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു കൂട്ടിയ ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എത്രയോ നിസ്സാരമാണ്. നമുക്ക് തന്നെ അറിയാം എത്രയോ നിസ്സാരമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് എന്തുണ്ടാവും? സമാധാനം കിട്ടും. നമുക്ക് അതിലൊരു ഒഴിവ് കഴിവ് കിട്ടും. ഒരു നേരായ വഴി നമ്മുടെ ഉള്ളിൽ തന്നെ വരും. അതിനെങ്ങനെ നേരായ വഴിയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതും നമുക്ക് തന്നെ മനസ്സിലാവും. ഈ പ്രശ്നത്തിനെ നമ്മൾ വലുതാക്കി വെക്കുന്നതുകൊണ്ടാണ് പ്രശ്നത്തിനെ നമുക്ക് ഇന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തത്. അതിലൊരു വെളിച്ചം കാണാത്തത് അതുകൊണ്ടാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്റെ നാഥ, മരണപ്പെട്ടവരെ നീ എങ്ങനെ ജീവിപ്പിക്കുന്നു എന്ന് എനിക്ക് നീ കാണിച്ചു തരണമേ എന്ന് ഇബ്രാഹിം പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാകുന്നു. അള്ളാഹു ചോദിച്ചു, നീ വിശ്വസിച്ചിട്ടില്ലേ? ഇബ്രാഹിം പറഞ്ഞു, അതെ, പക്ഷേ എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയാകുന്നു. അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ 4 പക്ഷികളെ പിടിക്കുകയും അവയെ നിന്നിലേക്ക് അടുപ്പിക്കുകയും അവയെ കഷ്ണിച്ചുകൊണ്ട് അവയെ ഓരോ അംശം ഓരോ മലയിലും വെക്കുകയും ചെയ്യുക. എന്നിട്ട് അവയെ നീ വിളിക്കുക, അവ നിന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ്. അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ് എന്ന് നീ മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ധാന്യമടിയോടാകുന്നു. അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു.
ഓരോ കതിരിലും 100 ധാന്യമണിയും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുകയും എന്നിട്ട് അതിനെ തുടർന്ന് ചെലവ് ചെയ്തത് എടുത്തു പറയുകയും ശല്യപ്പെടുത്തുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ആരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലം ഉണ്ടായിരിക്കും. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. കൊടുത്തതിനെ തുടർന്ന് മനക്ലേശം വരുത്തുന്ന ദാനധർമ്മത്തെക്കാൾ ഉത്തമമായിട്ടുള്ളത് നല്ല വാക്കും വിട്ടുവീഴ്ചയുമാകുന്നു. അള്ളാഹു പരാശ്രയം ആവശ്യമില്ലാത്തവനും സഹനശീലനുമാകുന്നു. സത്യവിശ്വാസികളെ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും നിങ്ങൾ ശല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി ധനം ചെലവ് ചെയ്യുന്നവനെ പോലെ നിങ്ങളാകരുത്. അവനെ ഉപമിക്കാവുന്നത് മുകളിൽ അല്പം മണ്ണ് മാത്രമുള്ള മിനുസമുള്ള ഒരു പാറയോടാകുന്നു. ആ പാറമേൽ ഒരു കനത്ത മഴ പതിച്ചു. ആ മഴ അതിനെ ഒരു പൊട്ടപ്പാറയാക്കി മാറ്റിക്കളഞ്ഞു. അവർ അധ്വാനിച്ചതിന്റെ യാതൊരു ഫലവും കരസ്ഥമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹു സത്യനിഷേധികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല. അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ടും തങ്ങളുടെ മനസ്സുകളിൽ സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു. അതിനൊരു കനത്ത മഴ ലഭിച്ചപ്പോൾ അത് ഇരട്ടി ഇരട്ടിയായി കായ്കനികൾ നൽകി. ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ല, ഒരു ചാറൽ മഴയെ ലഭിച്ചുള്ളൂ എങ്കിൽ അതും മതിയാകുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. നിങ്ങളിൽ ഒരാൾ ഈന്തപ്പനകളും വള്ളികളുമുള്ള ഒരു തോട്ടമുണ്ടെന്ന് കരുതുക. അവയുടെ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തരം കായ്ക്കനികളിലും അയാൾക്കതിലുണ്ട്. അയാൾക്കാകട്ടെ വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ്. അയാൾക്ക് ദുർബലരായ കുറെ സന്താനങ്ങളുമുണ്ട്. അപ്പോഴതാ തീയോട് കൂടിയ ഒരു ചുഴലിക്കാറ്റ് അതിന് ബാധിച്ച് അത് കരിഞ്ഞു പോകുന്നു. ഇത്തരം ഒരു സ്ഥിതിയിലാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം അള്ളാഹു തെളിവുകൾ വിവരിച്ചു തരുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നല്ല വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപാദിപ്പിച്ച് തരുന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുവിൻ. കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ സ്വീകരിക്കാത്ത മോശമായ സാധനങ്ങൾ ദാനധർമ്മങ്ങളിൽ ചെലവഴിക്കുവാനായി നിങ്ങൾ കരുതി വെക്കരുത്. അള്ളാഹു ആരുടെയും ആശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. പിശാച് ദാരിദ്ര്യത്തെ പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയും നീചവൃത്തികൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു ആകട്ടെ അവന്റെ പക്കൽ നിന്നുള്ള മാപ്പും അനുഗ്രഹവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു യഥാർത്ഥ ജ്ഞാനം നൽകുന്നു. ഏതൊരുവന് യഥാർത്ഥ ജ്ഞാനം നൽകപ്പെടുന്നുവോ അവൻ അതുവഴി അത്യധികം നേട്ടമാണ് നൽകപ്പെടുന്നത്. എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയുള്ളൂ. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും ഏതൊന്ന് നേർച്ച നേർന്നാലും തീർച്ചയായും അള്ളാഹു അതറിയുന്നതാണ്. അക്രമകാരികൾക്ക് സഹായികളായ ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നുവെങ്കിൽ അത് നല്ലത് തന്നെ. എന്നാൽ നിങ്ങൾ അത് രഹസ്യമാക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയുമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. നിങ്ങളുടെ പല തിന്മകളെയും അത് മായ്ച്ചു കളയുകയും ചെയ്യും. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അവരെ നേർവഴിയിലാക്കാൻ നീ ബാധ്യസ്ഥനല്ല. എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു. നല്ലതായി എന്തെങ്കിലും നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ട് മാത്രമാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. നല്ലതെന്ത് നിങ്ങൾ ചെലവഴിച്ചാലും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നതാണ്. നിങ്ങളോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം നേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെലവ് ചെയ്യുക. അവരെ പറ്റി അറിവില്ലാത്തവർ അവരുടെ മാന്യത കണ്ട് അവർ ധനികരാണെന്ന് ധരിച്ചേക്കും. എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്ക് അവരെ തിരിച്ചറിയാം. അവർ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല. നല്ലതായ എന്തൊന്ന് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും അള്ളാഹു അത് നല്ലതുപോലെ അറിയുന്നവനാകുന്നു. രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവെങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. പലിശ തിന്നുന്നവൻ വശാജിബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കുകയില്ല. കച്ചവടവും പലിശവും പോലെ തന്നെയാണ് എന്ന് അവർ പറഞ്ഞതിന്റെ ഫലമത്രേ അത്. എന്നാൽ കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് അള്ളാഹുവിന്റെ ഉപദേശം വന്നു കിട്ടിയിട്ട് അതനുസരിച്ച് വല്ലവൻ പലിശയിൽ നിന്ന് വിരമിച്ചാൽ അവന് മുമ്പ് വാങ്ങിയത് അവനുള്ളത് തന്നെ. അവന്റെ കാര്യം അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിധേയമായിരിക്കുകയും ചെയ്യും. ഇനി ആരെങ്കിലും പലിശ ഇടപാടുകളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവരത്രേ നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പലിശ അള്ളാഹു പലിശയെ ക്ഷയിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും. യാതൊരു നന്ദി കെട്ട ദുർവൃത്തനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ രക്ഷിതാവെങ്കിൽ അവർ അർഹിക്കുന്ന പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല.
الحمد لله الحمد لله الحمد لله رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين ربي هب لي من الصالحين ربي هب لي من الصالحين ربي هب لي من لدنك ذرية طيبة انك السميع الدعاء. يا غني الله اغنني بفضلك من سواك ربي انزل لي منزل مبارك انت خير منزلين. اللهم يسر ولا تؤثر وتمم بالخير. اللهم لا سهل الا ما جعلته سهلا وانت تجعل الحسن اذا شئت سهلا. سبحان الله الحمد لله لا اله الا الله الله اكبر ولا حول ولا قوة الا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني امين يا رب العالمين. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. ربي انزل لي منزل مبارك انت خير المنزلين. اللهم يسر ولا تؤثر وتمم بالخير. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. اللهم إني أسألك جنات الفردوس الأعلى. ربي إني ربي إني لما أنزلت لي من خير فقير. ربي إني لما أنزلت لي من خير فقير. ربي إني لما أنزلت لي من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله رب العالمين. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കുക. അള്ളാഹുവെ നിന്നെ തൃപ്തിപ്പെട്ട ഉത്തമരായ അടിമകളാകാൻ തൗഫീഖ് നൽകുകയും അള്ളാഹുവെ ദാനധർമ്മങ്ങളിൽ നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകി. അള്ളാഹുവെ പരലോകത്ത് ഞങ്ങളെ നിന്ദിക്കുകയോ വഷളാക്കുകയോ ചെയ്യാതെയുള്ള ഏറ്റവും ഉത്തമമായ സ്ഥാനം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചെയ്ത കഴിവുകൾ കൊണ്ടല്ല, ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടല്ല അള്ളാഹുവെ, നിന്റെ ഔദാര്യമായി ലഭിച്ച സ്വർഗം അള്ളാഹുവെ ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ രീതിയിൽ എത്തിച്ചു തരികയും അള്ളാഹുവെ അതിന്റെ ഉന്നതിയിൽ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാനുള്ള സ്ഥാനം ഞങ്ങൾക്ക് അനുവദിച്ചു തരികയും ചെയ്യണം. യാ റഹ്മാൻ അള്ളാഹുവെ, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവെ ഞങ്ങളെ നിന്ദിരാക്കുകയോ വഷളാക്കുകയോ ചെയ്യാതെയുള്ള സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സംതൃപ്തി നിറഞ്ഞ ദാമ്പത്യ ജീവിതം കുടുംബ ജീവിതങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ഞങ്ങളെ സന്തതികളിൽ ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ അള്ളാഹുവെ നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഇണകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളെ ബന്ധുമിത്രാദികളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് സന്തോഷം സുഖവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു വരും തലമുറകൾക്ക് ഞങ്ങളെ ഉത്തമരായ മാതൃകകളാക്കി നീ ഉയർത്തിത്തരയണമേ. യാ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഞങ്ങൾ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ ഞങ്ങൾ സ്നേഹിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്തവർ അള്ളാഹുവെ അവർ നിന്നിലേക്ക് മടങ്ങിക്കഴിഞ്ഞവരാണ്. അള്ളാഹുവെ അവർ ഖബറിലാണ്. അവർക്ക് അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ. അള്ളാഹുവെ അവരുടെ എന്ത് തിന്മകൾ അവർ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ എല്ലാ പാപങ്ങളും അവർക്ക് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കുക. സ്വർഗത്തിന്റെ പരിമളം അള്ളാഹുവെ നീ നൽകി അനുഗ്രഹിക്കണമേ. ഈ മജ്ലിസിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവെ മലക്കളുടെ ആമീൻ പറയുന്ന മജ്ലിസാക്കി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരികയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തിയാക്കി തരികയും അള്ളാഹുവെ ആയുസ് നൽകുന്നിടത്തോളം അള്ളാഹുവെ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും മറ്റൊരാളെയും ആശ്രയിക്കാതെ അള്ളാഹുവെ നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലായിട്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കച്ചവടങ്ങളിൽ അള്ളാഹുവെ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ പലിശയെ അള്ളാഹുവെ നീ വിരോധിച്ചതാണ് അള്ളാഹുവെ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കച്ചവടങ്ങളിലേക്ക് ഇറങ്ങിയത്. അള്ളാഹുവെ ആ കച്ചവടങ്ങളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ അള്ളാഹുവെ ആദിൽ ജലാൽ ഇക്റാമായ അല്ലാഹുൽ ഖയ്യൂമായ അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസ് ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അവരെ ദുനിയാവിൽ അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുകയും ഞങ്ങളെ അവരെയും നീ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യണമേ. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അള്ളാഹുവെ സഹാബികളോടൊപ്പം അവരുടെ ഉത്തമരായ കുടുംബങ്ങളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം അള്ളാഹുവെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നെ കൺകുളിക്ക് കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമിനെ അള്ളാഹുവെ നിന്ദിക്കുകയും വഷളാക്കുകയും ചെയ്യാതെയുള്ള ഏറ്റവും ഉത്തമമായ ഒരു മടക്കം അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ 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 റഹ്മത്തിക്ക് യാ അർഹമർ റഹീമീൻ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ
പ്രാർത്ഥനകളും അല്ലാഹു നീ സ്വീകരിക്കണമേ. എല്ലാ പരീക്ഷണങ്ങളും എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു നീ നീക്കി അനുഗ്രഹിക്കണമേ. യാ റബ്ബൽ ആലമീൻ. അല്ലാഹു ഈ മജ്ലിസിനെ നീ ഉയർത്തുകയും സ്വർഗത്തിലും അല്ലാഹു ഈ മജ്ലിസിനെ നീ ഒരുമിപ്പിച്ച് ചേർക്കുകയും ചെയ്യണമേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليكم السلام وعليكم ورحمة الله السلام ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. എത്ര പ്രാവശ്യം ബെല്ലടിച്ചാൽ കേട്ടില്ല.